സൗകര്യം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹവും ബഹുമാനവുമുള്ള ഈ നാളുകളിൽ ബിഷപ്പ് മെമ്മോറിയൽ CSI ആനാപ്പൂർ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ സഭയിലെ അധ്യക്ഷനായിരുന്ന റവറൻഡ് ജോൺ ബോസ്കോ അച്ഛൻ, എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച ഈ സഭയിലെ ചർച്ച് സെക്രട്ടറി ഷൈൻ ചേട്ടൻ, ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ, കൊച്ചുമക്കളെ, അമ്മമാരെ, യുവതി യുവാക്കളെ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന വേറംഗങ്ങളെ, നല്ല വാക്കുകളിലൂടെ സ്വാഗതം അർപ്പിച്ച ശ്രീമതി ഷാനി SL സഹോദരി, ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് അജയ് ജോൺ. ഞാൻ CSI പന്നിമല സഭ അംഗമാണ്. ഈ നാളുകളിൽ CSI പന്നിമല സഭയുടെ ചർച്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. പിതാവ് കേരള റെയിൽവേ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ ഈ നാളുകളിൽ അഡ്മിനായിട്ട് ജോലി നോക്കുന്നു. അമ്മ ബീന ജോൺ ടീച്ചറാണ്. ഒരു അനിയനുണ്ട്. ഈ നാളുകളിൽ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അടൂരിൽ ഹൗസ് സർജനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒരപ്പച്ചൻ അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ മധ്യേ ഈ സഭയിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോൺ ബോസ്കോ അച്ഛന്റെ കൂടെ ഈ വേദി പങ്കിടുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അച്ഛൻ ഞങ്ങളുടെ സഭയിൽ അധ്യക്ഷനായിരുന്ന സമയത്ത് ഒരുപക്ഷെ വളരെ ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു അന്ന്. അച്ഛൻ അധ്യക്ഷനായ സമയത്ത്, ആ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ എന്റെ പിതാവ് എനിക്ക് ആദ്യമായിട്ട് അടിതരുന്നത് അല്ലെങ്കിൽ എന്റെ വഴക്ക് പറയുന്നത് സഭയിലിരുന്ന് വെള്ളം ഉണ്ടാക്കിയിരുന്നു. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഈ സഭയിൽ അന്ന് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ പഴയ ദേവാലയവും ഇതുപോലെയായിരുന്നു. ഇത് നിങ്ങളുടെ പുതിയ ദേവാലയത്തിന്റെ പണികൾ നടക്കുന്നതുകൊണ്ട്, അത് മോടി പിടിപ്പിക്കുന്നതിനായിട്ട് അവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് ഈ ദേവാലയത്തിൽ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ ഓടുമേന ഈ കെട്ടിടത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ പഴയ സഭയിൽ ഇരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. ആ പഴയ ഓർമ്മകളൊക്കെ എനിക്ക് വരികയും ചെയ്തു. എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മധ്യയായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കി. ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ബാലൻ യേശുവിനോടൊപ്പം നടക്കേണ്ടതിന് അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും വേർതിരിച്ച് പുതിയൊരു യുഗത്തിന് യേശുക്രിസ്തുവിന്റെ പിറവി രൂപമെടുത്തപ്പോൾ ഒരു ക്രിസ്തീയ സഭ എന്ന പേര്, ആ ക്രിസ്തീയ സഭ യേശുവിൽ ദൈവിക പുത്രനെയും ലോക രക്ഷകനെയും കാണുന്ന ഈ നാളുകളിൽ വീണ്ടും ചില ഓർമ്മപ്പെടുത്തലുകൾ ആഗതമാകുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അർപ്പിക്കുന്നു. ഈ ഒരു വർഷക്കാലം സംഘടനകൾക്ക് നേതൃത്വം നൽകിയ, അതിന് ചുക്കാൻ പിടിച്ച റവറൻഡ് ജോൺ ബോസ്കോ അച്ഛൻ, കൊച്ചമ്മ, സംഘടനാ ഭാരവാഹികളായ സൺഡേ സ്കൂൾ സെക്രട്ടറി ജയ R, സ്ത്രീജന സഖ്യം സെക്രട്ടറി ഷൈനി SL, ബാലജന സഖ്യം സെക്രട്ടറി ആശാ റാണി NN, യുവജന സഖ്യം സെക്രട്ടറി ബിനോയ് BS, മെൻസ് ഫെലോഷിപ്പ് സെക്രട്ടറി റെജി M, എല്ലാവരെയും ഈ സമയം ഓർക്കുകയാണ്. ബൈബിൾ പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് ചേരുന്ന ചില ചിന്തകളുണ്ട്. നാം ഒരുക്കം ഉള്ളവരായിരിക്കുക. ബി റെഡി ഫോർ എനി സിറ്റുവേഷൻ. കാരണം ചില തിരിച്ചുപോക്കുകൾ സാധ്യമല്ല, അതിന് അവസരം കിട്ടിയെന്ന് വരില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കത്തില്ല. There is no going back. ഈ നാളുകളിൽ ആനാക്കോട് സഭ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം ഒരുക്കമുള്ളവരായി പൂർണ്ണ ഹൃദയത്തോടു കൂടി ആയിരിക്കാൻ ശ്രമിക്കണം. പലരും ഇന്ന് പറയും, അല്ലെങ്കിൽ ചിലരെങ്കിലും മനസ്സിൽ ചിന്തിക്കും, ഞാൻ എന്തിന് സഭയിൽ പോകണം, ഞാൻ എന്തിന് ക്രിസ്മസ് കരോളിന് പോകണം, ക്രിസ്മസ് ഘോഷയാത്രയ്ക്ക് ഞാൻ എന്തിന് പോകണം. അതൊന്നും എന്റെ പരിപാടിയല്ല. എനിക്ക് പഠിക്കുവാനുണ്ട്, എനിക്ക് എന്റെ ജോലി സ്ഥലത്ത് പോകണം,
എനിക്ക് അവിടുന്ന് പെർമിഷൻ കിട്ടത്തില്ല എന്ന് പലരെങ്കിലും പറയുന്നത് കേൾക്കാം. എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മോടൊപ്പം കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മോടൊപ്പം ആയിരുന്നവരെന്ന് പലരും നമ്മോടൊപ്പം ഇല്ല. ഒരു പരീക്ഷ, ജോലി, ഇതൊക്കെ നമുക്കൊരു പെർമിഷൻ ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സ്കൂളിൽ പഠിക്കുന്നവരായിക്കോട്ടെ, PSC പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മത്സര പരീക്ഷകൾക്ക് പഠിക്കുന്നവരായിക്കോട്ടെ, ആ പഠിക്കുന്ന സ്ഥലത്ത് ഒന്ന് ചോദിച്ചാൽ പോരെ, സാറേ എനിക്കിന്ന് നേരത്തെ ഇവിടുന്ന് പോകണം, കാരണം എന്റെ പള്ളിയിൽ കരോൾ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്ക നടപടികൾ നടക്കുകയാണ്, അതുകൊണ്ട് എനിക്കിന്ന് ഒരു ദിവസം നേരത്തെ പോകണം. സർക്കാർ ജോലിക്കാരായിക്കോട്ടെ, കൂലിപ്പണിക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ നോക്കുന്നവരായിക്കോട്ടെ, അവർക്ക് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥരോടുകൂടി ചോദിച്ചാൽ പോരെ, എനിക്കൊന്ന് സഭയിൽ ഇന്ന് നേരത്തെ പോകണം, എന്റെ സഭയിൽ കരോൾ നടക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് സഭയിൽ പോയിട്ട് ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒരു പെർമിഷൻ തന്നാൽ പോലെ. നാം എല്ലാവരും ഒരുക്കത്തോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രവർത്തിപ്പാൻ സർവകൃഷ്ണ ദൈവം അവസരം നൽകട്ടെ. ഈ വർഷക്കാലത്തെ CSI ആനാക്കോട് സഭയുടെ ബിഷപ്പ് മെമ്മോറിയൽ CSI ആനാക്കോട് സഭയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണ് യേശു? സൺഡേ സ്കൂളിലെയോ, വിഭജന സഖ്യത്തിലെയോ, ബാലജന സഖ്യത്തിലെയോ, സ്ത്രീജന സഖ്യത്തിലെയോ ഒരംഗത്തോട് നാം ചോദിച്ചാൽ ആരാണ് യേശു എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്നെ പോലെയുള്ള യുവതികളെയും യുവാക്കളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും ഒന്നായി കാണുവാനും സ്നേഹിപ്പാനും പഠിപ്പിച്ചവരാണ് യേശു എന്ന് പറയുന്നത്. ഒരു അപകർഷൃത ലോകത്തിൽ നിന്ന് പരിഷ്കൃത ലോകത്തിലേക്ക് നടക്കുവാനുള്ള മാർഗനിർദ്ദേശം നൽകിയത് യേശുവാണ് എന്ന് പറയുവാൻ സാധിക്കും. ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ നീൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി എന്റെ 12ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. വളരെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു നീൽ. ആ പഠിക്കുന്ന സ്കൂൾ ഒരു കോൺവെന്റ് സ്കൂളായിരുന്നു, കുറച്ച് സിസ്റ്റർമാർ നടത്തുന്ന ഒരു കോൺവെന്റ് സ്കൂൾ. ആ പഠിക്കുന്ന സ്കൂളിൽ തന്നെ വളരെ വികൃതിയായ, പഠിപ്പിക്കുന്ന സിസ്റ്റർമാരെ പോലും കമന്റ് പറയുന്ന, കൂടെ പഠിക്കുന്ന കുട്ടികളെ ശല്യം ചെയ്യുന്ന ഒരു വികൃതിയായിട്ടുള്ള കുട്ടിയായിരുന്നു നീ. ഒരു ദിവസം ആ കോൺവെന്റ് സ്കൂളിലെ ലൈബ്രറിയുടെ അവിടെ കൂടെ അവൻ നടന്നു പോകുമ്പോൾ ഒരു പുസ്തകം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പുസ്തകമല്ല, ഒരു പുസ്തകത്തിന്റെ പുറം ചട്ട, ഒരു സുന്ദരിയായിട്ടുള്ള യുവതിയുടെ ഫോട്ടോയോട് കൂടിയുള്ള ഒരു പുസ്തകം. ആ പുസ്തകം കണ്ടപ്പോൾ അവൻ കരുതി, ഈ പുസ്തകം തനിക്ക് ഉന്മാദം തരുന്ന, അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരു പുസ്തകമാണെന്ന് കരുതി അവൻ ആരും കാണാതെ ആ പുസ്തകം അഴിച്ചു മാറ്റി. രാത്രിയിലെ യാമങ്ങളിൽ റൂമിൽ കൊണ്ടുപോയി റൂമൊക്കെ അടച്ച് തനിക്ക് സന്തോഷം തരുമെന്ന് കരുതി ആ പുസ്തകം വായിക്കുവാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇവൻ അത് ഉദ്ദേശിച്ച പുസ്തകമായിരുന്നില്ല. നിരാശനായി എങ്കിലും ആ പുസ്തകം പൂർണ്ണമായിട്ടും ആ നീൽ വായിച്ചു. പിറ്റേന്നാൾ ആ പുസ്തകം തിരികെ വെക്കുവാനായിട്ട് ലൈബ്രറിയിൽ പോയപ്പോൾ വേറൊരു പുസ്തകം, വേറൊരു സുന്ദരിയായിട്ടുള്ള യുവതിയുടെ ഫോട്ടോ അടങ്ങിയ ഒരു പുസ്തകം, ഒരു കവർ പേജ് അടങ്ങിയ പുസ്തകം അവന്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ പുസ്തകവും ആരും കാണാതെ അടിച്ചു മാറ്റി വായിക്കുവാനായിട്ട് എടുത്തു. രാത്രിയുടെ യാമങ്ങളിൽ വായിക്കുവാൻ തുടങ്ങി. അതും അവനെ നിരാശനാക്കി. ഇങ്ങനെ ഓരോ ദിവസം തോറും സ്കൂളിൽ പോകുന്നു, ലൈബ്രറിയിൽ പോകുന്നു, പുതിയൊരു പുസ്തകം കാണുന്നു, ആരും കാണാതെ അടിച്ചു മാറ്റുന്നു, എടുത്തുകൊണ്ട് വായിക്കുന്നു. ആ വായിക്കുന്ന കൂട്ടത്തിൽ പുതിയ നിയമ വേദഭാഗവും നീൽ ലഭിക്കുകയുണ്ടായി. അത് വായിച്ചു. അത് വായിച്ചതിലൂടെ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. ഇന്നലെ വരെ ഒരു വികൃതിയായ, മറ്റുള്ളവരെ കളിയാക്കുന്ന, കമന്റ് പറയുന്ന ഒരു വ്യക്തിയായിരുന്ന ഒരു കുട്ടിയായിരുന്ന നീൽ പുതിയ നിയമ വേദഭാഗം വായിച്ചതിലൂടെ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. അവൻ പഠിക്കുവാൻ തുടങ്ങി. +2 പഠനം പൂർത്തീകരിച്ചു. തുടർ പഠനത്തിനായിട്ട് പട്ടണത്തിൽ പോയി പഠിച്ച് ഉന്നതങ്ങളിലെത്തി ഒരു മജിസ്ട്രേറ്റ് ആയിട്ട് മാറി. താൻ പഠിച്ച സ്കൂളിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു മുഖ്യ അതിഥിയായിട്ട് അവൻ വരികയായിരുന്നു. ആ വന്ന ദിവസം പ്രസംഗവേദിയിൽ പറഞ്ഞു, ഈ ബുക്കുകൾ അടിച്ചു മാറ്റിയതും ബൈബിൾ വായിച്ചതിലൂടെ അവന്റെ ജീവിതം മാറിയെന്ന് പറയുകയും ആ ഡൈസിലുണ്ടായിരുന്ന മദർ സുപ്പീരിയർ ഇത് ശ്രദ്ധിക്കുകയും മറുപടി പ്രസംഗത്തിനായി, നന്ദി പ്രസംഗത്തിനായി മദർ സുപ്പീരിയർ വരുമ്പോൾ മദർ സുപ്പീരിയർ പറഞ്ഞു, നീ അവിടുന്ന് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ അടിച്ചു മാറ്റുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു, നീ പുസ്തകങ്ങളിൽ താല്പര്യപ്പെടുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നീലിന് വായിക്കുവാൻ കണക്കിന് പുതിയ പുസ്തകങ്ങൾ അവൻ എവിടെ നിന്നാണ് മോഷ്ടിക്കുന്നത്, പുസ്തകം മോഷ്ടിച്ച സ്ഥലം
അവിടെ പുതിയ പുതിയ പുസ്തകങ്ങൾ കൊണ്ടുവച്ചത് മദർ സുപ്പീരിയറായിരുന്നു. ഈ കുഗ്രാമത്തിൽ പുസ്തകങ്ങൾ ഇല്ലായിരുന്നത് കൊണ്ട് പട്ടണത്തിൽ പോയി നല്ല നല്ല പുസ്തകങ്ങൾ, പുതിയ നിയമ വേദപുസ്തകവും അവിടെ വെച്ചത് മദർ സുപ്പീരിയർ ആയിരുന്നു എന്ന് ആ ഡയസിലിരുന്ന് മദർ സുപ്പീരിയർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീലും മദർ സുപ്പീരിയറും ആ വേദിയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു വന്നാണ് നീലിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേവലം കുറെ പുസ്തകങ്ങൾ നീലിനെ മാറ്റിയെങ്കിൽ പുതിയ നിയമ വേദപുസ്തകം വായിച്ചതിലൂടെ നീലിന്റെ സ്വഭാവത്തിൽ രൂപാന്തരം വന്നുവെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം, സത്യവേദ പുസ്തകം, 1700 വർഷങ്ങൾ കൊണ്ട് 40ഓളം പേർ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് എഴുതിയ ഈ സത്യവേദ പുസ്തകം, 66 പുസ്തകം അടങ്ങുന്ന 1189 അധ്യായം അടങ്ങുന്ന 39,000 വാക്യങ്ങൾ അടങ്ങുന്ന ഇത് വായിച്ചാൽ ദൈവം നമ്മെ വാലല്ല തലയാക്കും. ദൈവം നമ്മെ വാലല്ല തലയാക്കും. പാശ്ചാത്യനായ ബെർണർ പറഞ്ഞു, ഞങ്ങൾ ഒരു കപ്പൽ ഉണ്ടാക്കി, അതിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നില്ലായിരുന്നു, ദിശ അറിയുവാനുള്ള കോമ്പസ്. ദിശ അറിയുവാൻ സാധിക്കാത്ത, കോമ്പസ് ഇല്ലാത്ത ഒരു കപ്പൽ എന്തിനുള്ള? തീരത്ത് വെറുതെ നങ്കൂരം ഇട്ടിരിക്കാനുള്ള. ഒരുപക്ഷെ ഇന്ന് നമുക്കിവിടെ ആനാക്കോട് നിന്ന് തിരുവനന്തപുരം പട്ടണം വരെ പോകണമെങ്കിൽ നമ്മൾ എങ്ങനെ പോകും? ഒന്നുകിൽ ബൈക്കിൽ പോകും, കാറിൽ പോകും, ബസ്സിൽ പോകും. ഈ ബസ്സിലും കാറിലും ബൈക്കിലും ഒക്കെ പോകണമെങ്കിൽ നമുക്ക് നല്ലൊരു പാത അത്യാവശ്യമാണ്. റോഡിലൂടെ കറക്റ്റ് ആനാക്കോട് പോകുന്നു, ആനാക്കോട് നിന്ന് നമ്മൾ വീർനാങ്കാവ് റൂട്ട് പോകുന്നു, കാട്ടാക്കട പോകുന്നു, നമുക്കൊരു പാതയുണ്ട്. ആ പാതയിലൂടെ പോയാൽ മാത്രമേ തിരുവനന്തപുരം പട്ടണത്തിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഒരു കപ്പലിൽ യാത്ര ചെയ്യണമെങ്കിൽ കപ്പൽ എവിടെ കൂടെ യാത്ര ചെയ്യുന്നത്? കടലിലൂടെ. കടലിൽ റോഡുണ്ടോ? ഇല്ല. അങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ അവിടെ ദിശ അറിയാനുള്ള നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് 4 ദിശകൾ അറിയാനുള്ള ഒരു കോമ്പസ് ആണ്. ആ കോമ്പസ് ഇല്ലാതെ കപ്പൽ യാത്ര തിരിച്ചാൽ കടലില് വെറുതെ എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്താതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പൽ കടന്നുപോകും. അതുപോലെ ഇത് നമ്മുടെ ജീവിതത്തിലും ദിശ അറിയുവാനും യുവതലമുറയെ സഹായിക്കുന്ന ആത്മീയ ഒരുക്കത്തിനുള്ള എല്ലാം ലഭിക്കുന്നത് ബൈബിളിലൂടെയാണ്, സംഘടനകളിലൂടെയാണ്. ജീവിതത്തിലെ ദിശ അറിയുവാനുള്ള ഒരു തലമുറയെ സഹായിക്കുന്ന ആത്മീയ പരിസരം ഓരോ കുടുംബത്തിനും അനിവാര്യമാണ്. ഇന്നത്തെ യുവതലമുറ താൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെ, തന്റെ ഉദ്ദേശം എന്താണ്, തന്റെ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കാതെ പോകുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: എന്റെ പദ്ധതി എന്താണ്? സഭ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്റെ പദ്ധതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ചു മുമ്പ് ഞാൻ എന്നെ തന്നെ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് പറഞ്ഞു, എന്റെ വീട്ടിൽ ആരുണ്ടെന്ന് പറഞ്ഞു, എന്റെ സഭ എവിടെയാണെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അത് ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കുറച്ച് അറിവുകൾ മാത്രമാണ്. നാം ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 15 നോക്കുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും, യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു? അതിന് ശീമോൻ പത്രോസ് മറുപടി പറയുകയാണ്, നീ ദൈവപുത്രൻ. ഇവിടെ യേശു ക്രിസ്തുവിന് അറിയാം താൻ ദൈവപുത്രനാണെന്ന്. എങ്കിലും തന്റെ ശിഷ്യന്മാരെ പരീക്ഷിക്കാനായിട്ട്, മറ്റുള്ളവർ തന്നെ എങ്ങനെ കാണുന്നുവെന്ന് അറിയുവാനായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു? ശീമോൻ പത്രോസ് പറയുന്നു, നീ ദൈവപുത്രൻ. ഇന്ന് നമുക്ക് നമ്മെ കുറിച്ച് വ്യക്തമായ ഒരു ബോധമുണ്ടോ? നമ്മുടെ പദ്ധതി എന്താണ്? കുടുംബം, സഭ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം ദൈവത്തിന് സമർപ്പിച്ച് അനേകം പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഇന്നത്തെ യുവതലമുറയിലുള്ളവർ ഒരു കൊച്ചു പ്രയാസം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉടനെ നോക്കുന്നത് ഫാനിലോട്ടും ഓടുന്ന ട്രെയിനിലോട്ടും ഓടുന്ന വണ്ടികളിലോട്ടുമാണ്. ആത്മഹത്യ ചെയ്ത് എനിക്ക് എന്തിന് ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ നാം യേശുക്രിസ്തുവിനെ നോക്കണം. 1971 മൂന്നാറിലെ ഒരു ടീ എസ്റ്റേറ്റ് ലേത്തിൽ 4-ാം ക്ലാസ് വരെ പഠിച്ച കർപ്പയ്ക്കും സുബമയാൾക്കും ഒരു മകൻ ജനിക്കുകയാണ്. 5-ാം വയസ്സ് വരെ എസ്റ്റേറ്റിന്റെ ലേത്തിൽ ഓടി കളിച്ച് വളർന്ന ആ ബാലൻ കർപ്പയ അവനെ ചോളമല ഡിവിഷനിലെ ഏക അധ്യാപക വിദ്യാലയത്തിൽ ചേർത്തു. ആ സ്കൂളിൽ 2-ാം ക്ലാസ് വരെ ഏക അധ്യാപക വിദ്യാലയത്തിൽ പഠിച്ചു. തുടർന്ന് മൂന്നാറിലെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലോട്ട് അവനെ തുടർ പഠനത്തിനായിട്ടാക്കി. ആ സ്കൂളിൽ 5-ാം ക്ലാസ് വരെ ആൺകുട്ടികൾക്ക് പഠിക്കുവാൻ സാധിക്കത്തുള്ളായിരുന്നുള്ളൂ. 5-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഗവൺമെന്റിലെ
അമ്മമാർ പറഞ്ഞു, അർപ്പയോട് പറഞ്ഞു, ഇവനെ നമുക്ക് ആർമി സ്കൂൾ പരീക്ഷ എഴുതിപ്പിക്കാം, അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാമെന്ന് പറയുകയും അവൻ ആർമി സ്കൂൾ പരീക്ഷ എഴുതുകയും ചെയ്തു. തുടർന്ന് ആർമി സ്കൂൾ പരീക്ഷ എഴുതി ഉടുമ്പൻപേട്ട അമരാവതി നഗറിലെ ആർമി സ്കൂളിൽ പ്രവേശനം ലഭിക്കുകയും ചെയ്തു. 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ പ്രധാന അധ്യാപകനായ MS കൂട അവരോട് പറയുകയുണ്ടായി, നിന്നിൽ ഞാനൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ കാണുകയാണ്. നീ ആരാണ്, നിന്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ നീ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് സ്വയം ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുകയും അവനിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകുന്നതിന്റെ വിത്ത് പാവുകയും ചെയ്തു. അവന്റെ പഠനം പൂർത്തീകരിച്ചു. +2 10ാം ക്ലാസ് പഠനം പൂർത്തീകരിച്ച് തന്റെ പ്രീ-ഡിഗ്രി പഠനത്തിനായിട്ട് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വരികയും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA എക്കണോമിക്സ്, MA എക്കണോമിക്സ്, MPhil പഠനം പൂർത്തീകരിക്കുകയും ദൈനംദിന ജീവിത ചെലവിന് വേണ്ടി പല ട്യൂഷൻ സെന്ററുകളിൽ പോയി പഠിപ്പിക്കുകയും അന്നത്തെ ബ്രില്യൻ, പാല എന്നിവിടങ്ങളിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിപ്പിക്കുകയും ചെയ്ത് തന്റെ 1ാമത്തെ അറ്റംപ്റ്റിൽ തോറ്റ്, 2ാമത്തെ അറ്റംപ്റ്റിൽ തോറ്റ്, 3ാമത്തെ അറ്റംപ്റ്റിൽ തോറ്റ് തന്റെ 7ാമത്തെ പരിശ്രമത്തിൽ 10 ലക്ഷം പേർ എഴുതുന്ന പരീക്ഷയിൽ വെറും 1000 പേർക്ക് അകത്ത് മാത്രം ജയിക്കുന്ന ആ പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എഴുതുകയും 7ാമത്തെ അറ്റംപ്റ്റിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് കേരള പോലീസ് അക്കാദമി തൃശ്ശൂരിലെ ഡയറക്ടറിന്റെ ഓഫീസിന്റെ പുറത്തെ നെയിം ബോർഡിൽ ഇപ്രകാരം വായിക്കുവാനായിട്ട് സാധിക്കും: K. സേതുരാമൻ IPS, ഡയറക്ടർ, കേരള പോലീസ് അക്കാദമി. ഒരുപക്ഷെ മൂന്നാറിലെ തേയിലത്തോട്ടത്തിൽ നിന്ന് 4ാം ക്ലാസ് വരെ പഠിച്ച കറുപ്പയുടെ മകനായിട്ട് ജനിച്ച് പലരുടെയും ആശീർവാദത്തോടു കൂടി പെട്ടോടും കൂടി കഷ്ടപ്പെട്ട് പഠിച്ച് താൻ ആരാണെന്ന് ചോദിച്ചാൽ താൻ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ ആകുമെന്ന് ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ച് ഇന്ന് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറിയ K. സേതുരാമൻ IPS. ഇന്ന് നാം ആരാണെന്ന് മനസ്സിലാക്കാതെ, നമ്മുടെ വ്യക്തിത്വവും മനസ്സിലാക്കാതെ ഒരു തെറ്റായ ട്രാക്കിലായിരിക്കുമ്പോൾ നാം സേതുരാമനെ ഓർക്കുക, യേശുക്രിസ്തുവിനെ ഓർക്കുക. താൻ ആരാണെന്ന് വ്യക്തമായി അറിയാമായിരുന്ന, ഈ ലോകത്തിൽ എന്തിനാണ് വന്നതെന്ന് വ്യക്തമായി അറിയാമായിരുന്ന യേശുക്രിസ്തു. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഒരുപക്ഷെ ആരും നമ്മോട് കൂടെ ഇല്ല എന്ന് പറയുമ്പോഴും ദൈവം നമ്മോട് കൂടെയുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഗിദെയോൻ രാജാവിനെ കാണുവാൻ സാധിക്കും. എല്ലാം പേടിയുള്ള, വീര്യമില്ലാത്ത, ഉൾഭയമുള്ള വ്യക്തി എന്നാണ് ബൈബിളിൽ ഗിദെയോനെ പറ്റി പറയുന്നത്. ഗിദെയോൻകാർ യുദ്ധത്തിന് വരുമ്പോൾ ഗിദെയോൻ ഒളിച്ചിരിക്കുകയാണ്. എവിടെ? എണ്ണ ഉണ്ടാക്കുന്ന ചക്കുകൾക്കിടയിൽ പോയി ഒളിച്ചിരിക്കുന്നു എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഗിദെയോന്റെ അടുത്ത് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പേടിയും വീര്യമില്ലാത്ത ഉൾഭയമുള്ള ഗിദെയോന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്: അല്ലയോ പരാക്രമശാലിയായവനെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. അല്ലയോ പരാക്രമശാലിയായവനെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. ആരോടാണ് പറയുന്നത്? പേടിയുള്ള, ഉൾഭയമുള്ള, യുദ്ധവീര്യമില്ലാത്ത ഗിദെയോനോട് കൂടിയാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ദൂതൻ, ദൈവത്തിന്റെ ദൂതൻ: അല്ലയോ പരാക്രമശാലിയായവനെ, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്? എടാ പേടിത്തൊണ്ട, നീ പേടിക്കണ്ട, അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? ദൈവം നിന്നോട് കൂടെയുണ്ട്, നീ പേടിക്കണ്ട എന്നല്ലേ പറയേണ്ടത്? പക്ഷേ ബൈബിൾ നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും, മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം ഒരാളെ കാണുന്നത്, ഒരു കാര്യത്തെ കാണുന്നത്. മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം ഒരാളെ കാണുന്നത്, ഒരു കാര്യത്തെ കാണുന്നത്. മനുഷ്യർ ഗിദെയോനെ കണ്ടത് ഒരു പേടിയുള്ള, യുദ്ധവീര്യമില്ലാത്ത ഒരു പേടിത്തൊണ്ടനായിട്ടാണ് മനുഷ്യർ ഗിദെയോനെ കണ്ടത്. പക്ഷെ ദൈവം കണ്ടത് ശക്തനും ധീരനുമായ മനുഷ്യനായിട്ടാണ്. നാം കാണുന്നതിനും അപ്പുറമായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്. ദൈവത്തിന് നമ്മെ കൊണ്ട് ഒരു പദ്ധതിയുണ്ട്. ഇവിടെ ഈ ഒരു വർഷക്കാലം സംഘടനയിൽ പ്രവർത്തിപ്പാൻ സെക്രട്ടറിമാർക്ക് അവസരം ലഭിച്ചു. ഒരുപക്ഷെ ഇത് മനുഷ്യർ നിങ്ങളെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. മനുഷ്യർ നിങ്ങളെ കണ്ടതുപോലെയല്ല ദൈവം നിങ്ങളെ കണ്ടത്. ഈ ഒരു വർഷക്കാലം മനോഹരമായിട്ട് നിങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവം വിളിച്ചു ചേർത്തു. 13ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ ഗിദെയോൻ പറയുന്നു: നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കഷ്ടതകൾ സംഭവിക്കുന്നു? നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കഷ്ടതകൾ സംഭവിക്കുന്നു? നാം ഇതുപോലെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു കൊച്ചു പ്രയാസം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഒരു പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ
ജോലി സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, സഭയിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നാം ചോദിക്കും, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രതികൂലം വരുന്നു? നാം ഓർക്കണം, കൺഫ്യൂഷൻ എന്ന ചിന്തകൻ പറയുന്നു, ഉരസൽ കൂടാതെ വജ്രം മിനുക്കിയെടുക്കാൻ കഴിയുകയില്ല. പരീക്ഷണങ്ങൾ കൂടാതെ മനുഷ്യനെ പൂർണ്ണത വഹിക്കുവാൻ സാധിക്കത്തില്ല. 16-ാം വാക്യത്തിൽ ഗിദെയോനോട് പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. പ്രതിസന്ധിയിൽ, ദുഃഖത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ഓർക്കുക, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഗിദെയോന്റെ കൂടെ ദൈവം ഇരുന്നത് പോലെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇവിടെ ഗിദെയോൻ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ ഗിദെയോനെ കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ദൈവം മാറ്റി നിർത്തിയില്ല, ദൈവം ഒപ്പം നിർത്തി. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നാം ഓരോരുത്തരും ദൈവത്തിന്റെ പ്രതിനിധികളാണ്. സുന്ദരം ദേവാലയത്തിന്റെ മുൻപിൽ മുടന്തനായ വ്യക്തി ഭിക്ഷ ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, പൊന്നും വെള്ളിയും നമ്മുടെ പക്കലില്ല, യേശുക്രിസ്തുവിന്റെ നാമം കൊണ്ട് എണീറ്റ് നടക്ക എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ നാമം ഉണ്ടാകണം. സൺഡേ സ്കൂൾ, യൂത്ത്, ബാദൽ സംഘടന നമ്മെ ശോധനകളിൽ പിടിച്ചു നിൽക്കുവാൻ, ദാരിദ്ര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ, ആരോപണങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ, നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ തനിച്ചാക്കി പോകുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ പഠിപ്പിച്ചു. ഇന്നത്തെ തലമുറ താൻ ആരാണ് എന്ന് മനസ്സിലാക്കാതെ ആത്മഹത്യയിലേക്കും ലഹരി മരുന്ന് ഉപയോഗത്തിലേക്കും പോകുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവം നമ്മോട് കൂടെയുണ്ട്. നാം നാളെയുടെ വാഗ്ദാനങ്ങളാണ്. അങ്ങനെ നിലകൊള്ളണമെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി കളങ്കമേൽക്കുവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിത പരിസരങ്ങൾ എത്ര തന്നെ മാറിയാലും നാം ആത്മീയതയിൽ എന്നും മുൻപന്തിയിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. നാം നമ്മെ തന്നെ തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് അതിന് ഉത്തമ ഉദാഹരണമാണ്. ഉത്തരവാദിത്തമുള്ളവരായി ക്രിയാത്മകമായി ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. സംഘടനാ വാർഷികത്തിനും ക്രിസ്മസ് ആഘോഷങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.